ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു വൈകുന്നേരത്തെ വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ചേട്ടൻ ജോലിയും കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ പെട്ടെന്ന് തന്നെ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി കേട്ടോ കുളിക്കാനായിട്ട്. പിന്നെ ആ സമയത്താണ് നമ്മുടെ കട്ടിൻ്റെ സൈഡിൽ കുറേ തുണികൾ ഇരുന്നത്. പിന്നെ കഴുകിയിട്ട തുണികൾ മടക്കി വെക്കാനായിട്ട് ഭയങ്കര മടിയാണ് ഗൈസ്. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ചേട്ടൻ കുളിച്ച് വരുന്നതിന് മുന്നേ തന്നെ അതൊക്കെ മടക്കിയൊക്കെ വയ്ക്കാമെന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ പറയും എന്തിന് ഈ തുണിയൊക്കെ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പിന്നെ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് അതൊക്കെ മടക്കി എടുക്കാമെന്ന്. അങ്ങനെ പിന്നെ അതെല്ലാം മടക്കി വെച്ചിട്ടുള്ള സമയത്ത് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തുണികൾ ആദ്യം തന്നെ അതെല്ലാം എടുത്ത് അതിൻ്റെ കൂടേക്കകത്തൊക്കെ എടുത്തിട്ട് പിന്നെ ഇടയ്ക്ക് തന്നെ ആദ്യം തന്നെ മൊത്തത്തിൽ വലിച്ചു വാരി ഇട്ടിട്ട് ഞാൻ എല്ലാം മടക്കി വയ്ക്കാമെന്നും പറഞ്ഞ് ഓരോന്നോരോന്നെല്ലാം മടക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇത് മടക്കി വെച്ചില്ലെങ്കിൽ പിന്നെ അതവിടെ കിടക്കും. പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പെട്ടെന്ന് തന്നെ അതൊക്കെ മടക്കി എടുക്കാമെന്ന്. അങ്ങനെ പിന്നെ ഞാനും അതും കൂടെ അതെല്ലാം മടക്കി സെറ്റാക്കി കൊണ്ടിരിക്കണം കേട്ടോ. വീട്ടിൽ ഇടാനുള്ള തുണികളെല്ലാം എടുത്ത് കൂടയ്ക്കകത്ത് ഇട്ടിട്ട് വെളിയിൽ ഇട്ടുകൊണ്ട് പോകാനുള്ള തുണികളെല്ലാം കഴുകിയത് എടുത്ത് ഞാൻ അലമാരയ്ക്കകത്ത് വെച്ചു കേട്ടോ. അലമാരയ്ക്കകത്ത് വെക്കുന്ന സമയത്ത് തന്നെ എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ അവസ്ഥയായിരുന്നു കേസ്. തുണികളൊക്കെ മടക്കി വെച്ചാലും ഒന്നെടുക്കുമ്പോൾ എല്ലാം കൂടെ വലിച്ചു വാരി ഇടുമ്പോൾ പിന്നെ വീണ്ടും എടുത്ത് കുത്തി തിരികെ വെക്കും. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു ദിവസം അലമാരയൊക്കെ ഫുള്ളങ്ങ് ഒതുക്കാമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ അതും എല്ലാം ഒതുക്കിക്കൊണ്ടൊക്കെ നിൽക്കുവാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അടുക്കളയിലോട്ട് പോയി ചേട്ടന് പുട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലത്തെ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചേട്ടന് പുട്ട് വെച്ച് കൊടുത്തിട്ട് ചിക്കൻ കറിയും കൂട്ടിയൊക്കെ കഴിക്കാം. അപ്പോൾ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും ചിക്കൻ കറിയും. ഇപ്പോൾ ഗോതമ്പ് പുട്ടാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കൂട്ടത്തിൽ തന്നെ അരിയൊക്കെ അരച്ച് വയ്ക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് കാപ്പിക്ക് ദോശ ഇഡ്ഡലി ഉണ്ടാക്കാമല്ലോ. അങ്ങനെ അരിയൊക്കെ അരച്ച് മിക്സ് ചെയ്ത് വെച്ച് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയ സമയത്ത് അത് നല്ല ഓരോ ഉറക്കമൊക്കെ ഉറങ്ങി എണീച്ചുകൊണ്ട് പിന്നെ നമുക്ക് കുളിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് പോയി മേലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാമെന്ന്. അങ്ങനെ ഞാനും അതും കൂടെ പോയി മേലും കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് ഞാൻ തലമുടിയൊക്കെ വാരി കെട്ടി ഉച്ചിയിലങ്ങ് വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് തലമുടിയൊക്കെ കെട്ടിയിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ കെട്ടി വെച്ചാൽ അത് കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം കൂടെ വലിച്ചു വീഴ്ത്താൻ കളയും. പിന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ കെട്ടി വെച്ച് കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് പോയി അടുക്കളയിൽ പോയിട്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി വെച്ചിട്ട് നമുക്ക് ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. നമുക്കും പുട്ട് തന്നെയാണ്. പുട്ട് വേണ്ടാത്തവർക്ക് ചോറും കൂടെ കഴിക്കാം. അങ്ങനെ ഞാനും പുട്ടും എടുത്ത് ചിക്കൻ കറി എടുത്ത് കട്ടൻ കാപ്പി ഉണ്ടായിരുന്നു അതും കൂടെ കുടിച്ചു കേട്ടോ. പിന്നെ അതിനും സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് റൂമിൽ കയറി വന്ന സമയത്ത് അതിന് ബ്രെഡ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ന്യൂട്രലിൽ തേച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കഴിച്ചിട്ടും കിടന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.